ഗുഡ് ആഫ്റ്റർനൂൺ. CMA ഇന്റർമീഡിയറ്റിൽ നമുക്ക് സെക്കൻഡ് ഗ്രൂപ്പിൽ പഠിക്കാനുള്ള ഒരു സബ്ജക്റ്റ് ആണ് ഓപ്പറേഷൻസ് മാനേജ്മെന്റ്. അതിലെ ഒരു ടോപ്പിക്കാണ് അസൈൻമെന്റ് ടെക്നിക്ക് എന്നുള്ളത്. അസൈൻമെന്റ് ടെക്നിക്ക് നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്നത്, ഇത് വരുന്നത് നമ്മുടെ LLPയുടെ ലീനിയർ പ്രോഗ്രാമിങ്ങിന്റെ അണ്ടറിൽ വരുന്ന ഒരു ടെക്നിക്കാണ്. ഇത് നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, നമുക്കിപ്പോൾ ഒരു ജോബ് ഒരാൾക്ക് അസൈൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ കറക്റ്റ് ആയിട്ട് എന്നുവെച്ചാൽ നമുക്കിപ്പം ആർക്ക് വേണമെങ്കിലും ഒരു ജോലി ഏൽപ്പിക്കാം, പക്ഷെ ഏറ്റവും എഫിഷ്യന്റ് ആയിട്ട് ചെയ്തു തീർക്കാൻ പറ്റുന്ന ഒരാൾക്ക് ഏൽപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മൾ എന്ത് യൂസ് ചെയ്യുക, അസൈൻമെന്റ് ടെക്നിക്ക് യൂസ് ചെയ്യുക. അപ്പോ ഇപ്പൊ വിചാരിക്കുക, ഒരു ഓഫീസിൽ ഒരു 5 എംപ്ലോയീസ് ഉണ്ടെന്ന് വിചാരിക്കാം. എനിക്കൊരു ഓഫീസ് ഉണ്ട്, അവിടെ 5 എംപ്ലോയീസ് ഉണ്ട്. അതിനകത്ത് ഒരാള് എന്താണ് ടാലിയിൽ എക്സ്പേർട്ട് ആണ്, ഒരാള് നമ്മുടെ ബാക്കി ഈ ബാങ്ക് ഓഡിറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളിൽ എക്സ്പേർട്ട് ആണ്, ഒരാള് സ്റ്റാറ്റ്യൂട്ടറി കംപ്ലൈൻസിലൊക്കെ എക്സ്പേർട്ട് ആണ്, പിന്നെ ഒരാള് കമ്പനി ഓഡിറ്റ്സ് നടത്താൻ എക്സ്പേർട്ട് ആണ്, ഒരാള് ഡേറ്റ എൻട്രിയിൽ എക്സ്പേർട്ട് ആണ്. അപ്പൊ ടോട്ടൽ 5 പേരുണ്ട്. 5 ടൈപ്പ് ഓഫ് കാര്യങ്ങളിൽ അവർ എക്സ്പേർട്ടുമാണ്. അപ്പോ എന്റെ ആ ഒരു ഓഫീസിലെ കാര്യങ്ങൾ ഏറ്റവും സ്മൂത്ത് ആയിട്ട് നടക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ഈ 5 പേരില് ആര് ഏത് കാറ്റഗറി ഓഫ് ജോബിനാണോ ഏറ്റവും സ്യൂട്ടബിൾ അവരെ ആ ജോബിലേക്ക് അസൈൻ ചെയ്യണം. ഇപ്പൊ ബാങ്ക് ഓഡിറ്റ് ചെയ്യാൻ അറിയാവുന്ന ആളെ കൊണ്ടിട്ട് ഞാൻ കമ്പനി ഓഡിറ്റ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അവര് എന്താണ് കുറെ ചിലപ്പോൾ അവർ ചെയ്യുമായിരിക്കും, പക്ഷെ കുറെ കൂടി ടൈം കൺസ്യൂം ചെയ്ത് കുറച്ച് സമയം എടുത്തേ അവർക്ക് ചെയ്യാൻ പറ്റത്തുള്ളായിരിക്കും. അതേസമയം ബാങ്ക് ഓഡിറ്റിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ആളെ ബാങ്ക് ഓഡിറ്റിൽ ഇട്ട് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? പുള്ളി ടൈംലി ആയി എന്ന് വെച്ചാൽ കൃത്യസമയത്ത് കുറഞ്ഞ കോസ്റ്റിൽ അത് ചെയ്യും. ഇപ്പൊ അറിയാത്ത ഒരാളെയാണ് നമ്മൾ ആ ജോലി ഏൽപ്പിക്കുന്നതെന്നുണ്ടെ പുള്ളി ആ ഒരു ജോലി ചെയ്യാൻ എത്ര ടൈം എടുക്കും? പുള്ളി ആദ്യം അത് പഠിക്കണം, അതിനെപ്പറ്റി ഒരു റിസർച്ച് ഒക്കെ നടത്തി അത് പഠിച്ച് അതുമായിട്ടൊന്ന് യൂസ്ഡ് ആയി വന്ന് ആ ഒരു ജോബ് ചെയ്യുമ്പോഴത്തേനും നമ്മുടെ സമയം അങ്ങ് പോയി പോകും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഒരു ജോലി അസൈൻ ചെയ്യുവാണെങ്കിലും എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാരെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അവിടെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ സമയം കുറവ് മതി, നമുക്ക് ടൈം ലാഭിക്കാം, അതുപോലെ തന്നെ കോസ്റ്റും ലാഭിക്കാം. ഇപ്പം ഡേറ്റ എൻട്രി നല്ല സുഖമായിട്ട് ടൈപ്പ് ചെയ്ത് ഡേറ്റ എൻട്രി ചെയ്യുന്ന ഒരാൾ ഇരിക്കുമ്പോൾ പുതിയ ഒരാളെ കൊണ്ടുവന്ന് ഇരുത്തിയാൽ ഇപ്പൊ നമ്മുടെ ക്ലയന്റ് പറയാണ്, നമുക്ക് നാളെ 10 മണിക്കുള്ളിൽ ഈ ഒരു ഇതിന്റെ എല്ലാം ഒരു PDF ഫോർമാറ്റ് ആയിട്ട് അയച്ചു തരണം, അല്ലെങ്കിൽ ഒരു എക്സലിൽ ചെയ്തു തരണം എന്ന് പറഞ്ഞാൽ ഈ പറക്കി പറക്കി ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നവരുടെ കൊടുത്തു കഴിഞ്ഞാൽ ഇത് നാളെ 10 മണിക്കുള്ളിൽ തീരുമോ? ഇല്ല. അപ്പൊ നല്ല സ്പീഡിൽ ടൈപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ടൈംലി ആയിട്ട് തീരും, നമുക്ക് കോസ്റ്റും കട്ട് ചെയ്യാൻ സാധിക്കും. അപ്പൊ അസൈൻമെന്റ് ടെക്നിക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ, നമുക്ക് ടൈമും കോസ്റ്റും കട്ട് ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ കുറവ് യൂട്ടിലൈസേഷൻ നടത്തുന്ന രീതിയിൽ ജോബുകളെ അസൈൻ ചെയ്യുക. അതാണ് അസൈൻമെന്റ് ടെക്നിക്ക് കൊണ്ട് നമ്മൾ മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് നമ്മുടെ PPTയിലോട്ട് പോകാം. എന്താണ് ഈ ഒരു അസൈൻമെന്റ് മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്? റിസോഴ്സ് ഏത് ഡിപ്പാർട്ട്മെന്റിലേക്ക് അല്ലെങ്കിൽ ഏത് മെഷീനിലേക്ക് അല്ലെങ്കിൽ ഏത് സെന്റർ ഓഫ് ഓപ്പറേഷനിലേക്ക് അസൈൻ ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ അതിനെ കണക്ട് ചെയ്ത് കൊടുക്കണം എന്ന് ഡിറ്റർമൈൻ ചെയ്യുന്ന ഒരു മെത്തേഡാണ് അസൈൻമെന്റ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇതിന്റെ ഏറ്റവും വലിയ പേർപ്പസ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ആ ഒരു എഫിഷ്യൻസി, പ്രൊഡക്ഷന്റെ എഫിഷ്യൻസി കൂട്ടുക, അതുപോലെ കോസ്റ്റ് കുറയ്ക്കുക, നമ്മുടെ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ്. അപ്പോൾ നമ്മൾ ഇത് ജോബ് മാത്രം അസൈൻ ചെയ്ത് കൊടുക്കാനല്ല, നമുക്ക് പ്രൊജക്റ്റുകൾ അസൈൻ ചെയ്യാം. അല്ലെങ്കിൽ ഇപ്പം നമുക്ക് സെയിൽസ്മാൻമാരുണ്ട്, നമുക്ക് ഇപ്പൊ ഒരു ഏരിയ കവർ ചെയ്ത് ഇപ്പം ഞാൻ ട്രിവാൻഡ്രത്ത് ഇരുന്നാണ് വർക്ക് ചെയ്യുന്നത്, നമുക്ക് ട്രിവാൻഡ്രത്ത് ഒരു ഡെലിവറി ഓഫീസ് ഉണ്ടെന്ന് വിചാരിക്കാം. ട്രിവാൻഡ്രത്തിന്റെ ഏതൊക്കെ കോണിലോട്ട് ഏതൊക്കെ വ്യക്തികൾ പോകണം, ആർക്കൊക്കെ ഏരിയ കൂടുതൽ അറിയാം, അതനുസരിച്ച് ഈ ഒരു സെയിൽസ്മാൻമാരെ നമുക്ക് അങ്ങോട്ട് ഡയറക്റ്റ് ചെയ്യാം. അപ്പം അവരുടെ ആ ഒരു ഏരിയയെ പറ്റിയിട്ടുള്ള ആ ഒരു ധാരണ വെച്ചിട്ട് നമുക്ക് അവരെ അസൈൻ ചെയ്യാൻ വേണ്ടി ഈ ഒരു അസൈൻമെന്റ് മെത്തേഡ് യൂസ് ചെയ്യാം. അതുപോലെ ബിഡേഴ്സിന് കോൺട്രാക്ട് ഒക്കെ സെറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഈ ഒരു അസൈൻമെന്റ് മെത്തേഡ് യൂസ് ചെയ്യാം. അപ്പം അസൈൻമെന്റ് മെത്തേഡിന്റെ യൂസസ് എന്ന് പറയുന്നത് പലതാണ്. ഇവിടെ നമ്മൾ മെയിൻലി നോക്കേണ്ട ഒരു കാര്യമേ ഉള്ളൂ, എന്തായിരിക്കണം? നമ്മൾ ഒരു അസൈൻമെന്റ് അല്ലെങ്കിൽ നമ്മൾ ജോബുകൾ അസൈൻ ചെയ്യുമ്പോൾ അവിടെ കോസ്റ്റ് എന്തായിരിക്കണം? കോസ്റ്റ് എപ്പോഴും കുറവായിരിക്കണം, പ്രോഫിറ്റ് കൂടണം, പിന്നെയോ നമ്മുടെ ടൈം
കുറവായിരിക്കണം. ഈ രീതിയിൽ വേണം നമ്മൾ അസൈൻമെന്റ് നടത്താൻ. പിന്നെ എന്താണ്, നമ്മുടെ ഈ ഒരു കോസ്റ്റും ടൈമും ഒക്കെ കുറയ്ക്കാൻ വേണ്ടി ഇത് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ ഇവിടുത്തെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഏറ്റവും മെയിൻ ഫീച്ചർ എന്ന് പറയുന്നത്, ഒരു ജോബിന് ഒരു മെഷീൻ അല്ലെങ്കിൽ ഒരു പ്രൊജക്റ്റിനെ നമ്മൾ അസൈൻ ചെയ്തുള്ളൂ. ഇപ്പം സെയിം ഒരു മെഷീനിൽ തന്നെ രണ്ടുപേരെ നമ്മൾ ജോലിക്ക് എടുക്കാം. ഒരു ജോബ് ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു വർക്കറിനെ നമ്മൾ ഒരു മെഷീനിലോട്ടോ ഒരു പ്രൊജക്റ്റിലോട്ടോ മാത്രമേ അസൈൻ ചെയ്യത്തുള്ളൂ. ഇപ്പം നമ്മള് എന്താണ്, ടാലി വർക്ക് ചെയ്യുന്ന ഒരാള്, ടാലി വർക്ക് ചെയ്യാൻ നമ്മൾ ഒരാളെ ഇരുത്തിയിട്ടുണ്ടെങ്കിൽ അയാളുടെ അടുത്ത് പറയാണ് നീ പോയി ആ ബാങ്ക് ഓഡിറ്റും കൂടെ ചെയ്യണം എന്ന് പറയേണ്ട കാര്യമില്ല. ടാലി ഓഡിറ്റിന് ഒരാളുണ്ടെങ്കിൽ പുള്ളി അതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി. അപ്പം അസൈൻമെന്റ് പ്രോബ്ലത്തിന്റെ ഏറ്റവും വലിയ ഫീച്ചർ എന്ന് പറയുന്നത് എന്താണ്, ഒരു മെഷീൻ അല്ലെങ്കിൽ ഒരു പ്രൊജക്റ്റിന് നമ്മൾ ഒരു വർക്ക് മാത്രം, ഇപ്പൊ മെഷീൻ ആണെ മെഷീന് ഒരു ജോബ് മാത്രമേ നമ്മൾ കൊടുക്കൂ, വർക്കർ ആണെ വർക്കറിന് നമ്മൾ ഒരു പ്രൊജക്റ്റ് മാത്രമേ കൊടുക്കത്തുള്ളൂ. അപ്പൊ അതാണ് അസൈൻമെന്റ് മെത്തേഡിന്റെ ഏറ്റവും വലിയ ഫീച്ചർ അല്ലെങ്കിൽ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. ഇത് മനസ്സിലായല്ലോ. മെയിൻലി യൂസ് ചെയ്യുന്ന എന്തിനാണ്, നമ്മളുടെ റിസോഴ്സസ്, നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റിലേക്ക് അല്ലെങ്കിൽ ഏതൊക്കെ മെഷീനിലേക്ക് ഏതൊക്കെ സെന്റർ ഓഫ് ഓപ്പറേഷൻസിലേക്ക് അസൈൻ ചെയ്യണം എന്ന് ഡിറ്റർമൈൻ ചെയ്യുന്ന ഒരു മെത്തേഡിനെയാണ് നമ്മൾ അസൈൻമെന്റ് മെത്തേഡ് എന്ന് യൂസ് ചെയ്യുന്നത്. ഇത് നമ്മളെ എന്തിനൊക്കെ ഹെൽപ്പ് ചെയ്യും, നമ്മുടെ റിസോഴ്സസിനെ ഏറ്റവും എഫിഷ്യന്റ് ആയിട്ട് യൂസ് ചെയ്യാനും അതുപോലെ നമ്മുടെ കോസ്റ്റിനെ കൺട്രോൾ ചെയ്യാനും നമ്മുടെ പ്രോഫിറ്റ്സിനെ മാക്സിമൈസ് ചെയ്യാനും ഒക്കെ സഹായിക്കും. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ഈ ഒരു അസൈൻമെന്റ് എന്ന് പറയുന്നത് നമ്മുടെ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലത്തിന്റെ അണ്ടറിൽ വരുന്ന ഒരു ടൈപ്പ് ആണ്. ഇത് നമുക്ക് ആ ഒരു 4th ചാപ്റ്ററിൽ പഠിക്കാനുള്ള ടോപ്പിക് തന്നെ ആണ്. അപ്പം ബേസിക് ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. അടുത്ത ഇതിന്റെ ടൈപ്സ് ആണ്, അല്ലെങ്കിൽ നമുക്ക് ഏതൊക്കെ മെത്തേഡ്സ് യൂസ് ചെയ്ത് അസൈൻമെന്റ് പ്രോബ്ലം സോൾവ് ചെയ്യാം എന്നുള്ളതാണ് അടുത്ത പറയുന്നത്. ഒന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് എന്യൂമറേഷൻ മെത്തേഡാണ്. രണ്ടാമത്തത് സിംപ്ലക്സ് മോഡലാണ് അല്ലെങ്കിൽ സിംപ്ലക്സ് മെത്തേഡാണ്. തേർഡ് ട്രാൻസ്പോർട്ടേഷൻ മോഡലാണ്. നാലാമത്തത് ഹംഗേറിയൻ മെത്തേഡാണ് അല്ലെങ്കിൽ ഹംഗേറിയൻ മോഡലാണ്. ഇതിൽ നമുക്ക് ഈ ഒരു OR അല്ലെങ്കിൽ ഓപ്പറേഷൻസ് മാനേജ്മെന്റിൽ പഠിക്കാനുള്ളത്, നമുക്ക് LLPയുടെ അണ്ടറിൽ വരുന്ന സിംപ്ലക്സ് മെത്തേഡ് പഠിക്കാനുണ്ട്, അതുപോലെ ട്രാൻസ്പോർട്ടേഷൻ മെത്തേഡ് പഠിക്കാനുണ്ട്. ഈ ഒരു ഹംഗേറിയൻ മെത്തേഡിൽ അസൈൻമെന്റ് പ്രോബ്ലം സോൾവ് ചെയ്യുന്നതും പഠിക്കാനുണ്ട്. അപ്പം ഹംഗേറിയൻ മെത്തേഡാണ് നമ്മൾ പഠിക്കുന്നത്. ഇതാണ് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് ഉള്ളത്. ഓക്കെ, ഹംഗേറിയൻ മെത്തേഡ് ഡെവലപ്പ് ചെയ്തതും പബ്ലിഷ് ചെയ്തതും ഒക്കെ ഹറോൾഡ് കൂൺ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. 1955 ഇത് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഇതിനെങ്ങനെയാണ് ഈ ഒരു ഹംഗേറിയൻ മെത്തേഡിന് പേര് വന്നതെന്ന് വെച്ചാൽ, രണ്ട് ഹംഗേറിയൻ മാത്തമെറ്റീഷ്യൻസ് യൂസ് ചെയ്തിരുന്ന അൽഗോരിതത്തിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു അസൈൻമെന്റ് പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ ഒരു മെട്രിക്സ് ഒക്കെ വരയ്ക്കും. മെട്രിക്സ് എന്താണ്, ഇങ്ങനെ ടേബിൾ ഒക്കെ വരച്ചിട്ട് അതിനകത്ത് വാല്യൂസ് ഒക്കെ എഴുതി അങ്ങനെയാണ് നമ്മൾ ഈ ഒരു എന്താണ് അസൈൻമെന്റ് പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു ടേബിള് അല്ലെങ്കിൽ ആ ഒരു അൽഗോരിതം നമ്മൾ യൂസ് ചെയ്യുന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ ആ ഒരു അൽഗോരിതത്തിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു ഹംഗേറിയൻ മെത്തേഡ് ഈ ഒരു ഹറോൾഡ് കൂൺ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഈ ഒരു മെത്തേഡിന് നമ്മൾ ഹംഗേറിയൻ മെത്തേഡ് എന്ന് പേര് കൊടുത്തത്. നമ്മളല്ല പേര് കൊടുത്തത്, ഹറോൾഡ് ആണ് പേര്. ഓക്കെ, രണ്ട് മാത്തമാറ്റീഷ്യൻസിന്റെ പേരും തന്നിട്ടുണ്ട്. എന്താണ്, ഡെനസ് കോണിംഗും പിന്നെ ജെനോ എഗർവെരിയും. ഇവര് രണ്ടുപേരുമാണ് ആ ഒരു അൽഗോരിതം, അവരുടെ അൽഗോരിതമാണ് നമ്മുടെ ഈ ഒരു ഹറോൾഡ് കൂൺ യൂസ് ചെയ്തിരുന്നത്, അല്ലെങ്കിൽ അത് യൂസ് ചെയ്തിട്ടാണ് ഹംഗേറിയൻ മെത്തേഡ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. നമുക്ക് പഠിക്കാനുള്ള ഈ ഒരു ഹംഗേറിയൻ മെത്തേഡിലേക്ക് നമുക്ക് പോവാം. ഇതിന് കുറച്ച് സ്റ്റെപ്പുകളുണ്ട്. അപ്പം ജസ്റ്റ് നമുക്ക് സ്റ്റെപ്പ്, നമ്മുടെ ആ പ്രോബ്ലം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള എളുപ്പത്തിന് വേണ്ടി കുറച്ച് സ്റ്റെപ്പുകളാക്കി ഞാൻ ഇത് പറഞ്ഞിട്ടുണ്ട്. അപ്പം സ്റ്റെപ്പുകൾ ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കിയിട്ട് നമുക്ക് പ്രോബ്ലത്തിലോട്ട് പോവാം. പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൂടുതലും അത് നന്നായിട്ട് മനസ്സിലാവും. അപ്പോൾ ഹംഗേറിയൻ മെത്തേഡിൽ അസൈൻമെന്റ് പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്യുന്നതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ പ്രോബ്ലം ബാലൻസ്ഡ് ആണോ അല്ലയോ എന്ന് നോക്കണം. എന്താണ് ചെയ്യേണ്ടത്? ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ പ്രോബ്ലം ബാലൻസ്ഡ് ആണോ അല്ലയോ എന്ന് നോക്കണം. അപ്പം ബാലൻസ്ഡ് ആണോ എന്ന് എങ്ങനെ നോക്കും? നമ്മുടെ ആ ഒരു ടേബിളിലുള്ള നമ്പർ ഓഫ് റോസും നമ്പർ ഓഫ് കോളംസും ഈക്വൽ ആണോ എന്ന് നോക്കണം. എന്ന് വെച്ചാൽ ഇപ്പം 4 റോ ഉണ്ടെങ്കിൽ എന്ത് വേണം? 4 കോളവും
വേണം. റോ അറിയാലോ, ഇങ്ങനെ വരുന്നതാണ് റോ, ഇങ്ങനെ വരുന്നതാണ് കോളം. അപ്പം 4 റോ ഉണ്ടെങ്കിൽ എന്ത് വേണം? ഇതിപ്പം 1 2 3 4 4 റോ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? 1 2 3 4 ഇങ്ങനെ 4 കോളവും വന്നിരിക്കണം. എന്ന് വെച്ചാൽ ഇതിനകത്തൊക്കെ വേറെ അസൈൻമെന്റ്സും അലോക്കേഷൻസും ഒക്കെ വരും. അത് വേറെ കാര്യം. ഞാൻ ആ ഫോർമാറ്റേ പറഞ്ഞുള്ളൂ. അപ്പം 4 റോ ഉണ്ടെങ്കിൽ എന്ത് വേണം? 4 കോളവും ഉണ്ടായിരിക്കണം. അതാണ് നമ്മൾ ഫസ്റ്റ് നോക്കേണ്ടത്. അപ്പം ഈക്വൽ നമ്പർ ഓഫ് റോസ് ആൻഡ് കോളംസ് ആണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? നമുക്ക് ആ ഒരു പ്രോബ്ലം ബാലൻസ്ഡ് ആണ് എന്ന് പറയാം. അപ്പം 4 റോയും 4 കോളവും ഉണ്ടെങ്കിൽ എന്താണ്? നമ്മുടെ പ്രോബ്ലം ബാലൻസ്ഡ് ആണ്. നമുക്ക് പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് പോയാൽ മതി. ഇനി ഇൻ കേസ് നമുക്ക് എന്താണ്? ഒരു 4 റോയും 5 കോളവും ആണെങ്കിൽ എന്താണ്? നമ്പർ ഓഫ് റോസ് നമ്പർ ഓഫ് കോളത്തിന് ഈക്വൽ അല്ല. അപ്പൊ എന്താണ്? നമ്മുടെ പ്രോബ്ലം ബാലൻസ്ഡ് അല്ല. ബാലൻസ്ഡ് അല്ല. അപ്പം നോട്ട് ബാലൻസ്ഡ് ആണ്. ഇങ്ങനെയുള്ള കേസിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഇത് ബാലൻസ്ഡ് ആക്കണം. അതിനു വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ആ ഒരു പ്രോബ്ലത്തിലോട്ട് ഒരു ഡമ്മി റോയെയോ അല്ലെങ്കിൽ ഡമ്മി കോളത്തിനെയോ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ഇപ്പൊ ഇവിടെ 4 റോയേ ഉള്ളൂ. ഇപ്പൊ 1 2 3 4 റോയേ ഉള്ളൂ. നമുക്ക് 5 കോളം ഉണ്ട്. 5 കോളം ഇങ്ങോട്ടുണ്ടെന്ന് നിങ്ങൾ കരുതിക്കണം. നമ്മൾ എന്ത് ചെയ്യണം? 5ാമത് ഒരു റോ കൂടി ക്രിയേറ്റ് ചെയ്യണം. എന്തെന്ന് പറഞ്ഞിട്ടാണ്? 5ാമത്തെ ഒരു റോ ക്രിയേറ്റ് ചെയ്യണം. അത് ഡമ്മി റോ ആയിരിക്കും. ഡമ്മി DUMMY ഡമ്മി റോ. ഇതിനകത്തെ അലോക്കേഷൻസ് എന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു കോളത്തിൽ വരുന്ന എല്ലാത്തിന്റെയും വാല്യൂ 0 ആയിരിക്കും. ഓക്കെ, അത് നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് കൂടുതലും അതിനെപ്പറ്റി നോക്കാം. ഇപ്പൊ മനസ്സിലായല്ലോ? ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു പ്രോബ്ലം ബാലൻസ്ഡ് ആണോ അല്ലയോ എന്ന് നോക്കുന്നതാണ്. അപ്പം ബാലൻസ്ഡ് ആണെങ്കിൽ നമുക്ക് സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് പോകാം. ബാലൻസ്ഡ് അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരു ഡമ്മി കോളം ഇൻട്രൊഡ്യൂസ് ചെയ്ത്, അല്ലെങ്കിൽ ഇപ്പൊ ഡമ്മി റോ ആണ് വേണ്ടെങ്കിൽ ഡമ്മി റോ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ഡമ്മി കോളം ആണ് വേണ്ടതെങ്കിൽ ഡമ്മി കോളം ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ അടുത്ത സ്റ്റെപ്പിലോട്ട് പോകണം. എന്താണ് നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പ്? രണ്ടാമത്തെ സ്റ്റെപ്പില് നമുക്ക് കുറെ റോസും കോളംസും ഒക്കെ തന്നിരിക്കുമല്ലോ. അതിനകത്തെ ആദ്യത്തെ റോ എടുക്കണം. ആദ്യത്തെ റോയിലെ ഏറ്റവും ചെറിയ എലമെന്റ് എന്ന് വെച്ചാൽ ഫസ്റ്റ് റോയില് ഇപ്പം കുറച്ച് എന്താണ് നമ്പേഴ്സ് തന്നിരിക്കും. അതൊന്നെങ്കിൽ ടൈം ആയിരിക്കും, അല്ലെങ്കിൽ കോസ്റ്റ് ആയിരിക്കും, അങ്ങനെ എന്ത് വേണമെങ്കിലും ആവാം. ചില ടൈമിൽ അത് പ്രോഫിറ്റ് ആയിരിക്കും. പ്രോഫിറ്റ് ആണെങ്കിൽ നമ്മൾ അതിനെ എന്താണ് ലോസ് മെട്രിക്സിലോട്ട് മാറ്റിയിട്ടാണ് കണക്ക് ചെയ്യേണ്ടത്. അപ്പൊ അത് നമുക്ക് പിന്നീട് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ബേസിക്കലി ഒരു കണക്ക് നിങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ പ്രോബ്ലം ബാലൻസ്ഡ് ആണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഓരോ റോ ആയിട്ട് എടുക്കുക. അപ്പം ഫസ്റ്റ് റോ എടുക്കുക. ഫസ്റ്റ് റോയുടെ ആ ഒരു റോയ്ക്കകത്ത് ഏറ്റവും ചെറിയ എലമെന്റ് ഏതാന്ന് നോക്കുക. ഇപ്പം എന്താണ് 1 2 5 6 ഇങ്ങനെയാണ് തന്നിട്ടുള്ളതെങ്കിൽ ഇതിലെ ഏറ്റവും ചെറിയ എലമെന്റ് ഏതായിരിക്കും? 1 ആയിരിക്കും. നമ്മൾ എന്ത് ചെയ്യണം? ഈ 1നെ ബാക്കി ആ റോയിലുള്ള എല്ലാ എന്താണ് സെൽസിൽ നിന്നും അത് കുറയ്ക്കണം. അപ്പൊ എന്ത് വരും? 1 - 1 0 വരും. 2 - 1 1 വരും. 5 - 1 4 വരും. 6 - 1 5 വരും. ഇങ്ങനെ നമ്മൾ ഓരോ റോയിലെയും ചെറിയ എലമെന്റിനെ വെച്ചിട്ട് ആ ഒരു റോയിലെ ഫുൾ സെൽസിലെയും വാല്യൂസിനെ ഡിഡക്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ സബ്സ്ട്രാക്ട് ചെയ്യണം. അപ്പം തന്നിരിക്കുന്ന കോസ്റ്റ് മെട്രിക്സിൽ നിന്ന് ഏറ്റവും ലീസ്റ്റ് എലമെന്റിനെ കണ്ടുപിടിച്ചിട്ട് ആ റോയിലുള്ള മറ്റ് എൻട്രീസിൽ നിന്ന് അല്ലെങ്കിൽ മറ്റ് സെൽസിലെ വാല്യൂസിൽ നിന്ന് ആ ഒരു സ്മോൾ എലമെന്റിനെ നമ്മൾ സബ്സ്ട്രാക്ട് ചെയ്യുക. ചെയ്തു വരുമ്പോ എങ്ങനെ വരണം? നമുക്കിപ്പോ 5 റോ ഉണ്ടെങ്കിൽ 5 റോയിലും നമുക്ക് ഓരോ 0 വെച്ചിട്ട് വെക്കണം. പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് ഒന്നും കൂടെ ക്ലിയർ ആവും. ജസ്റ്റ് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ എന്താണ് നമ്മളിപ്പം റോ വൈസ് നോക്കിയിട്ട് ഓരോ റോയിലെയും ഏറ്റവും ചെറിയ എലമെന്റ് എടുത്തിട്ട് അതാത് റോയിലെ ആ ഒരു ബാക്കി എൻട്രീസിൽ നിന്ന് നമ്മൾ അത് സബ്സ്ട്രാക്ട് ചെയ്തു. ഇപ്പൊ നമുക്ക് എന്താണ് എല്ലാ റോയിലും ഓരോ 0 കിട്ടിയിട്ടുണ്ട്. ഇതിനെ നമ്മൾ എന്തെന്ന് പറയും? റോ ഓപ്പറേഷൻ എന്ന് പറയും. എന്താണ് റോ ഓപ്പറേഷൻ? റോ ഓപ്പറേഷൻ. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ തേർഡ് സ്റ്റെപ്പ് എന്താണ്? സെക്കൻഡ് സ്റ്റെപ്പ് റോ ഓപ്പറേഷൻ കഴിഞ്ഞു. നമുക്ക് എല്ലാ റോയിലും ഓരോ 0
കിട്ടി. അടുത്ത നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ കോളം വൈസ് എടുക്കും. നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പിൽ ചെയ്തു വെച്ച ഒരു ബോക്സ്, ഒരു ടേബിൾ നമുക്ക് കാണും. ആ ടേബിൾ എടുത്തിട്ട് അതിലെ ഓരോ കോളമായിട്ട് എടുക്കണം. അപ്പം ഫസ്റ്റ് കോളം എടുത്തപ്പം എന്താണ് 0 1 3 1 എന്നാണ് വന്നതെന്ന് വിചാരിക്കുക. അപ്പം ഇതിലെ ഏറ്റവും ലീസ്റ്റ് എലമെന്റ് ഏതാണ്? 0 ആണ്. 0യിൽ നിന്ന് അല്ലെങ്കിൽ ഈ ബാക്കി എലമെന്റ്സിൽ നിന്ന് 0 കുറയ്ക്കണം. അപ്പൊ എന്താണ് ടേബിള് അതുപോലെ തന്നെ വരും. 0 വരാത്തൊരെണ്ണം ഞാൻ കാണിച്ചു തരാം. 2 4 6 2. ഇങ്ങനെയാണെങ്കിൽ ഇതിലെ ഈ ഒരു കോളത്തിലെ ഏറ്റവും ചെറിയ എലമെന്റ് ഏതാണ്? 2 ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഈ 2ൽ നിന്ന് ബാക്കി ഓരോ എലമെന്റ്സും സബ്സ്ട്രാക്ട് ചെയ്യണം. അല്ലെങ്കിൽ എല്ലാ എലമെന്റ്സിൽ നിന്നും ഈ ഒരു ലീസ്റ്റ് എലമെന്റ് നമ്മൾ സബ്സ്ട്രാക്ട് ചെയ്യണം. ഇതെങ്ങനെ വരും? 0 വരും. 2 - 2 0 വരും. 4 - 2 2 വരും. 6 - 2 4 വരും. 2 - 2 0 വരും. അപ്പൊ നമുക്ക് പുതിയ കിട്ടിയേക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് ഇതാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അത് ഇങ്ങനെ ഓരോ കോളമും നമ്മൾ കണ്ടുപിടിക്കണം. നമ്മൾ റോ കണ്ടുപിടിച്ച പോലെ തന്നെ ഓരോ കോളമും നമ്മൾ കണ്ടുപിടിക്കണം. ഇതിനെ നമ്മൾ എന്ത് പറയും? കോളം ഓപ്പറേഷൻ എന്ന് പറയും. കോളം ഓപ്പറേഷൻ. അപ്പോ സ്റ്റെപ്പുകൾ ഒന്നും കൂടി ഞാനൊന്ന് ഓടിച്ചു പറയാം. ആദ്യം പ്രോബ്ലം ബാലൻസ്ഡ് ആണോ എന്ന് നോക്കുക. രണ്ടാമത് റോ ഓപ്പറേഷൻ ചെയ്യുക. മൂന്നാമത് എന്ത് ചെയ്യണം? കോളം ഓപ്പറേഷൻ ചെയ്യുക. കോളം ഓപ്പറേഷൻ ചെയ്തപ്പോൾ നമുക്ക് ഒരു മൂന്നാമത്തെയോ രണ്ടാമത്തെയോ ടേബിൾ കിട്ടിക്കാണും. അപ്പം നമ്മൾ എന്ത് ചെയ്യുക? ആ റോ ഓപ്പറേഷൻ ചെയ്ത കോളം ഓപ്പറേഷൻ ചെയ്ത ആ ഒരു ടേബിൾ എടുത്തിട്ട് അതിൽ നമ്മൾ സീറോസ് അസൈൻ ചെയ്യും. എങ്ങനെയാണ് സീറോസ് അസൈൻ ചെയ്യുന്നതെന്ന് പറയാം. നമ്മളിപ്പം ആദ്യത്തെ റോ നോക്കും. ആദ്യത്തെ റോയിൽ ഒരു സീറോയെ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ഇതിപ്പോ ഒരു സീറോ മാത്രമേ അവിടെ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമ്മൾ ആ സീറോ സെലക്ട് ചെയ്യും. നമ്മൾ റോ വൈസ് ആണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഈ ഒരു കോളം നമ്മൾ സെലക്ട് ചെയ്തിട്ട് ആ ഒരു സെല്ല് സെലക്ട് ചെയ്തിട്ട് അത് നമ്മൾ കോളം വൈസ് കട്ട് ചെയ്യണം. ഞാൻ ജസ്റ്റ് എന്താണ് വൈറ്റ് ബോർഡിലോട്ട് ജസ്റ്റ് ഒരു ഇത് എഴുതി കാണിച്ചു തരാം. ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണേ. അല്ലെങ്കിൽ ഞാൻ പ്രോബ്ലം ചെയ്യുമ്പം അങ്ങനെ കാണിച്ചു തരാം. അതായിരിക്കും നിങ്ങൾക്ക് ഒന്നും കൂടെ മനസ്സിലാവാൻ എളുപ്പം. ഇപ്പൊ ഞാൻ ഈ തേർഡ് സ്റ്റെപ്പ് വരെ പറഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. തേർഡ് സ്റ്റെപ്പ് വരെ കഴിഞ്ഞിട്ട് ഞാൻ ബാക്കി എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, ഇതാണ് ഞാൻ എടുത്തിരിക്കുന്ന പ്രോബ്ലം എന്ന് പറയുന്നത്. എന്താണ് ഇവിടെ പറയുന്നത്? ഒരു സൂപ്പർവൈസർ പുള്ളിയുടെ വർക്ക്ഷോപ്പിൽ 4 ജോലിയുണ്ട്. ആ 4 ജോലി 4 വർക്ക്മെന്മാർക്കായിട്ട് അസൈൻ ചെയ്ത് കൊടുക്കാൻ വേണ്ടി ആലോചിക്കുകയാണ്, അല്ലെങ്കിൽ അതിനെ കൺസിഡർ ചെയ്യുകയാണ്. അപ്പൊ പുള്ളിക്ക് എന്താണ് ഏറ്റവും കുറവ് സമയം കൊണ്ട് അവരത് പെർഫോം ചെയ്ത് കഴിയണം. ആ രീതിക്ക് വേണം നമ്മൾ എന്ത് ചെയ്യാൻ? അസൈൻമെന്റ് ചെയ്യാൻ. അപ്പം പ്രീവിയസ് എക്സ്പീരിയൻസിന്റെ ബേസിൽ ഇവര് എടുക്കുന്ന ടൈം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ കൊടുത്തിരിക്കുന്ന 46, 40, 51, 68 ഇതൊക്കെ എന്താണ്? ടൈമാണ്. അപ്പം ഈ ടൈമിന്റെ ബേസിലായിരിക്കണം, ടൈം ഏറ്റവും കുറവ് യൂട്ടിലൈസ് ചെയ്യുന്ന ആളെ ആയിരിക്കണം ഓരോ ജോലിയും ഏൽപ്പിക്കാൻ. അപ്പം വർക്കേഴ്സ് 1 2 3 4. ഒന്നാമത്തെ വർക്കറിനെ ഏൽപ്പിക്കേണ്ട ഏതാണ്? പുള്ളി ഏറ്റവും കുറവ് ടൈം എടുക്കുന്ന രീതിയിൽ വേണം പുള്ളിയെ ഒരു ജോലി ഏൽപ്പിക്കാൻ വേണ്ടി. പിന്നെ എന്താണ് പറയുന്നത്? ആ ഓരോ 4 വർക്കേഴ്സും എടുക്കുന്ന ടൈം, ഓരോ വർക്കും ചെയ്യാൻ വേണ്ടി അവരെടുക്കുന്ന ടൈമും തന്നിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒരെണ്ണം ഒന്ന് പറഞ്ഞുതരാം. ഇപ്പം ഇവിടെ 4 ജോലിക്കാരും ഉണ്ട്, 4 ജോലിയും ഉണ്ട്. ഇതിനകത്ത് ഒന്നാമത്തെ വർക്കറിനെ നമ്മൾ എടുക്കും. അയാൾ എ എന്ന് പറയുന്ന ജോബ് ചെയ്യാൻ 46 മിനിറ്റ്സ് എടുക്കും. ബി എന്ന് പറയുന്ന ജോലി ചെയ്യാൻ 40 മിനിറ്റ്സ് എടുക്കും. സി എന്ന് പറയുന്ന ജോലി ചെയ്യാൻ 51 മിനിറ്റ്സ് എടുക്കും. ഡി എന്ന് പറയുന്ന ജോലി ചെയ്യാൻ 68 മിനിറ്റ്സ് എടുക്കും. അപ്പം നമ്മളുടെ ഉദ്ദേശം എന്താണ്? അസൈൻമെന്റ് ടെക്നിക് യൂസ് ചെയ്ത് ഈ ഫസ്റ്റ് വർക്കറിന് അല്ലെങ്കിൽ വർക്കർ നമ്പർ 1ന് പുള്ളിക്ക് ഏറ്റവും കുറവ് സമയത്തിൽ ചെയ്യാൻ കഴിയുന്ന ഒരു ജോലി പുള്ളിയെ ഏൽപ്പിക്കണം. ഇത് ഒരാളുടെ കാര്യത്തിൽ മാത്രം നടന്നാൽ പോരാ, ബാക്കി 3 പേർക്കും ഇതുപോലെ തന്നെ ഏറ്റവും കുറവ് സമയത്തിൽ അവർക്ക് ഏത് ജോലിയാണോ എഫിഷ്യന്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് അത് നമ്മൾ കണ്ടുപിടിക്കണം. അതാണ് നമ്മുടെ എന്താണ് ടാസ്ക് എന്ന് പറയുന്നത്. അപ്പം എങ്ങനെയാണ് ഇങ്ങനെ ഒരു പ്രോബ്ലം വന്നാൽ ഇത് ഹംഗേറിയൻ മെത്തേഡ് യൂസ് ചെയ്ത് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഞാൻ ജസ്റ്റ് ഈ ഒരു കോളം നെക്സ്റ്റ് പേജിലേക്ക് ഒന്ന് ആക്കിയിട്ടുണ്ട്. സെയിം ആ കോളം തന്നെയാണ്, ഒരു വ്യത്യാസവും ഇല്ല. നമുക്ക് എന്ത് ചെയ്യാം?
എങ്ങനെയാണ് പ്രോബ്ലം ചെയ്യുന്നതെന്ന് പറയാം. ആദ്യം നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? നമ്മുടെ സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് എന്താണ്? പ്രോബ്ലം ബാലൻസ്ഡ് ആണോ അല്ലയോ എന്ന് നോക്കണം. അതിനുവേണ്ടി എന്ത് ചെയ്യണം? നമുക്ക് എത്ര വർക്ക് ഉണ്ട് ഇവിടെ? 4 ജോബ് ഉണ്ട്, ABCD. അപ്പൊ 4 ജോബ് ഉണ്ട്. അതിന് നമുക്ക് എത്ര വർക്കർ ഉണ്ട്? 1 2 3 4, 4 വർക്കേഴ്സും ഉണ്ട്. അപ്പോ 4 ജോബ് ഉണ്ട്, 4 വർക്കേഴ്സും ഉണ്ട്. അപ്പൊ എന്താണ് നമ്മുടെ ഈ ഒരു പ്രോബ്ലം? ബാലൻസ്ഡ് ആണ്. നമുക്ക് ഡയറക്റ്റ് ഇനി പ്രോബ്ലത്തിലേക്ക് പോയാൽ മതി. സോ ദ പ്രോബ്ലം ഈസ് ബാലൻസ്ഡ് ആൻഡ് വി ക്യാൻ ഗോ ടു ദ സെക്കൻഡ് സ്റ്റെപ്പ്. സെക്കൻഡ് സ്റ്റെപ്പ് എന്താണ്? സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് റോ ഓപ്പറേഷൻ ആണ്. അപ്പം റോ ഓപ്പറേഷൻ എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. എങ്ങനെയായിരുന്നു? ഓരോ റോകളായിട്ട് ആദ്യം എടുക്കുക. ഇതാണ് നമ്മുടെ ഫസ്റ്റ് റോ എന്ന് പറയുന്നത്. ഇതിലെ ഏറ്റവും ചെറിയ എലമെന്റ് ഏതാണ്? 46, 40, 51, 68. ഏതാണ് ഏറ്റവും ചെറിയ എലമെന്റ്? 40 ആണ് ഏറ്റവും ചെറിയ എലമെന്റ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ 40 ബാക്കി എല്ലാ എലമെന്റിൽ നിന്നും കുറയ്ക്കണം. അപ്പം എന്ത് ചെയ്യണം? 46 മൈനസ് 40. അത് നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ എഴുതണം. എത്ര വരും? 6 വരും അല്ലെ? അപ്പം ഇവിടെ നമ്മൾ 6 എഴുതും. നെക്സ്റ്റ് 40 മൈനസ് 40, ഇവിടെ 0 വരും. നെക്സ്റ്റ് 51 മൈനസ് 40, 51 മൈനസ് 40 എന്ത് വരും? 11 വരും. അത് കഴിഞ്ഞ് 68 മൈനസ് 40 എന്ത് വരും? 28 വരും. ഇനി അടുത്ത റോ നോക്കിയേ. നമ്മുടെ സെക്കൻഡ് റോ നമ്മൾ എടുത്തു. ഇവിടെ ഏറ്റവും ചെറിയ എലമെന്റ് ഏതാന്ന് നോക്കിയേ? 57, 42, 63, 55. 42 ആണ് നമ്മുടെ ഏറ്റവും ചെറിയ എലമെന്റ്. ഇത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? വീണ്ടും ഓരോ എലമെന്റ്സിൽ നിന്നും ഓരോ സെൽസിൽ നിന്നും അത് സബ്സ്ട്രാക്ട് ചെയ്യും. അപ്പോ 57 മൈനസ് 42 എത്ര വരും? 15 വരും. 42 മൈനസ് 42 0 വരും. പിന്നെ എത്രയാണ്? 63 മൈനസ് 42 21 വരും. 55 മൈനസ് 42 13 വരും. പിന്നെയോ നെക്സ്റ്റ് റോ എടുക്കുക. അതിലെ ലീസ്റ്റ് എലമെന്റ് കണ്ടുപിടിക്കുക. 48 ആണ് ലീസ്റ്റ് എലമെന്റ്. അതെന്ത് ചെയ്യുക? ഓരോ സെൽസിൽ നിന്നും കുറയ്ക്കുക. അപ്പം 49 മൈനസ് 48 1 വരും. 53 മൈനസ് 48 5 വരും. 48 മൈനസ് 48 0 വരും. 64 മൈനസ് 48 16 വരും അല്ലേ? ഓക്കെ. നെക്സ്റ്റ് ലാസ്റ്റ് റോ എടുക്കുക. അതിലെ ഏറ്റവും ലീസ്റ്റ് എലമെന്റ് ഏതാണ്? 41 ആണ്. അപ്പൊ അതിനെ നമ്മൾ എന്ത് ചെയ്യും? ഓരോന്നിൽ നിന്നും ഡിഡക്ട് ചെയ്യുക. 41 മൈനസ് 41 0 വരും. 45 മൈനസ് 41 4 വരും. 61 മൈനസ് 41 20 വരും. നെക്സ്റ്റ് 55 മൈനസ് 41 14 വരും. അപ്പോ നമുക്ക് നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ് കഴിഞ്ഞു. റോ ഓപ്പറേഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഈ ബോക്സ് വെച്ചിട്ട് ഇതിൽ നിന്ന് നമുക്ക് കോളം ഓപ്പറേഷൻ ചെയ്യണം. എങ്ങനെയാണ് കോളം എടുക്കുന്നത്? എങ്ങനെയാണ്? ഇങ്ങനെ ഇങ്ങനെ വേണം എടുക്കാൻ. ഇങ്ങനെയാണ് നമ്മൾ നോക്കുക. എങ്ങനെയാണ്? ഇങ്ങനെ. അപ്പോ ഈ ഒരു കോളം എടുക്കുക. അതിലെ ലീസ്റ്റ് എലമെന്റ് ഏതാന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യുക. ഇവിടെ ഏതാണ് വരുന്നത്? 0 ആണ്. അതുകൊണ്ട് തന്നെ ആ ഒരു റോയിലെ കാര്യങ്ങൾക്ക് വലിയ വ്യത്യാസമൊന്നും വരത്തില്ല. അപ്പം ഞാനത് നെക്സ്റ്റ് പേജിലേക്ക് എഴുതാം. എന്തൊക്കെയാണ് വരുന്നത്? 0 ആയതുകൊണ്ട് തന്നെ ഇത് 6 തന്നെയാണ്. ഇവിടെ 15 വരും. ഇവിടെ 1 വരും. ഇവിടെ 0 തന്നെ വരും. ഇനി ഇത് നോക്കിയേ. ഇവിടെയും 2 0 ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു കോളമും സെയിം ആയിട്ട് തന്നെ വരും. എന്ത് ചെയ്യണം? 0 0 5 4 സെയിം ആ കോളം അതുപോലെ തന്നെ ആയിരിക്കും അവിടെയും വരിക. നെക്സ്റ്റ് നോക്കിയേ. തേർഡ് കോളത്തിൽ 11 21 0 20 0 ഉള്ളത് കൊണ്ട് തന്നെ 0യിൽ നിന്ന് ഇതെല്ലാം കുറച്ച് സെയിം തന്നെയല്ലേ വരത്തുള്ളൂ. സോ നമ്മൾ അത് തന്നെ എടുത്തെഴുതുകയാണ് ചെയ്യുന്നത്. എന്താണ്? 11 21 0 20. ഓക്കെ. ഇനി നെക്സ്റ്റ് നോക്കിയേ. ലാസ്റ്റ് കോളം എടുക്കുമ്പോൾ ഇവിടെ ഏറ്റവും ലീസ്റ്റ് എലമെന്റ് ഏതാണ്?
13 ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഓരോ എലമെന്റിൽ നിന്നും ഈ 13 കുറയ്ക്കണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? 28 മൈനസ് 13 അത് ഇവിടെ എഴുതണം. 28 മൈനസ് 13 എത്ര വരും? 15 വരും. നെക്സ്റ്റോ 13 മൈനസ് 13 0 വരും. നെക്സ്റ്റ് എന്ത് വരും? 16 മൈനസ് 13 3 വരും. നെക്സ്റ്റോ 14 മൈനസ് 13 1 വരും. അപ്പോ നമ്മൾ എന്ത് ചെയ്തു? നമ്മുടെ തേർഡ് സ്റ്റെപ്പ് ആയിട്ടുള്ള കോളം ഓപ്പറേഷനും ചെയ്തു. ഓക്കെ, ഇനി സ്റ്റെപ്പ് 4 എന്ന് പറയുന്നത് എന്താണ്? അസൈൻ 0. എങ്ങനെയാണ് 0 അസൈൻ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അടുത്ത നമ്മൾ 0 അസൈൻ ചെയ്യാൻ പോവാണ്. അപ്പൊ ആദ്യം എന്ത് ചെയ്യണം? ആദ്യത്തെ റോ എടുക്കുക. ആദ്യത്തെ റോ നോക്കിയേ, ഇതില് ഒരു 0 മാത്രമല്ലേ ഉള്ളൂ. 6 0 11 15 ഇതില് ഒരു 0 മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ആ 0യെ സെലക്ട് ചെയ്തു അല്ലെങ്കിൽ അസൈൻ ചെയ്തു. നമ്മൾ റോ വൈസ് ആണ് നോക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? കോളം വൈസ് ഈ ഒരു റോ ആ ഒരു ബോക്സ് കട്ട് ചെയ്ത് കളയണം. എന്ന് വെച്ചാൽ ഇനി നമുക്ക് ബി എന്ന് പറയുന്ന ജോബ് വേറെ ആർക്കും അസൈൻ ചെയ്യാൻ പറ്റത്തില്ല. എന്തുകൊണ്ടാണ്? അത് ഓൾറെഡി നമ്മൾ ഫസ്റ്റ് വർക്കറിന് അസൈൻ ചെയ്തു. അപ്പം ഇനി ഇതിന്റെ താഴോട്ടുള്ള ആർക്കും ആ ഒരു ജോലി അസൈൻ ചെയ്യണം. അതുകൊണ്ടാണ് നമ്മൾ റോ വൈസ് നോക്കിയിട്ട് കോളം വൈസ് കട്ട് ചെയ്തത്. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്തു? ഫസ്റ്റ് റോ നോക്കി നമുക്കൊരു 0 അസൈൻമെന്റ് കിട്ടി. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോളം നമ്മൾ കട്ട് ചെയ്തു. എന്തുകൊണ്ടാണ് അങ്ങനെ കട്ട് ചെയ്തത്? ഓൾറെഡി നമ്മൾ ഈ 1 എന്ന് പറയുന്ന വർക്കറിന് ഈ ജോലി അസൈൻ ചെയ്ത് കൊടുത്തു. ബി എന്ന് പറയുന്ന ജോലി അസൈൻ ചെയ്ത് കൊടുത്തു. അപ്പൊ ഇനി 2നും 3ക്കും 4നും ബി എന്ന് പറയുന്ന ജോലി ചെയ്യേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് നമ്മൾ അത് കട്ട് ചെയ്തത്. ഇനി നെക്സ്റ്റ് എന്ത് ചെയ്യുക? നമ്മുടെ സെക്കൻഡ് റോ നോക്കുക. 15 21 0 ഓൾറെഡി ഈ 0 കട്ട് ചെയ്തേക്കാണ്. അതുകൊണ്ട് ഈ 0 ഇനി നോക്കേണ്ട കാര്യമില്ല. അപ്പം 15 21 0 ഇവിടെ ഒരു 0 അല്ലേ ഉള്ളൂ. നമ്മൾ എന്ത് ചെയ്തു? ആ 0 സെലക്ട് ചെയ്തു അല്ലെങ്കിൽ അതിനെ നമ്മൾ അസൈൻ ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു? നമ്മളത് കോളം വൈസ് കട്ട് ചെയ്തു. ഇനി എന്ത് ചെയ്യണം? തേർഡ് റോ നോക്കണം. ഇവിടെ ഒരു 0യേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ആ 0 നമ്മൾ സെലക്ട് ചെയ്തു. എന്നിട്ട് നമ്മൾ ഇത് കോളം വൈസ് കട്ട് ചെയ്തു. നെക്സ്റ്റ് 4 എന്ന് പറയുന്ന ജോബ് നമ്മൾ ആർക്ക് അസൈൻ ചെയ്തു? ഇവിടെ ഒരു 0യേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ ആ 0യ്ക്ക് അസൈൻ ചെയ്തു. നമ്മൾ എന്ത് ചെയ്തു? കോളം വൈസ് കട്ട് ചെയ്തു. അപ്പം 4 റോയിൽ നോക്കി കഴിഞ്ഞപ്പോ നമുക്ക് എന്ത് കിട്ടി? 4 അസൈൻമെന്റ്സ് കിട്ടി. എങ്ങനെയാണ് അസൈൻമെന്റ്സ് വന്നത്? ഫസ്റ്റ് വർക്കർ ജോബ് ടൈം നമ്മളൊരു കോളം വരച്ച് എഴുതിയാലും മതി. വർക്കർ നമ്പർ 1 അയാൾക്ക് ഏത് ജോലിയാണ് അസൈൻ ചെയ്തത്? ഈ ബി എന്ന് പറയുന്ന ജോലിയാണ്. അപ്പൊ അയാളുടെ ജോബ് ബി ആണ്. അതിന്റെ ടൈം എങ്ങനെ കണ്ടുപിടിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. സെക്കൻഡ് ആള് നമ്മുടെ സെക്കൻഡ് വർക്കറിന് അസൈൻ ചെയ്തത് ഡി എന്ന് പറയുന്ന ജോലിയാണ്. നമ്മൾ ഈ ബോക്സ് വരച്ച് വെച്ചേക്കുന്നതാണ് അവർക്ക് കൊടുക്കുന്ന അസൈൻമെന്റ് കേട്ടോ. ഇനി തേർഡ് വർക്കറിന് നമ്മൾ അസൈൻ ചെയ്ത ജോബ് ഏതാണ്? സി ആണ്. ഫോർത്ത് വർക്കറിന് നമ്മൾ അസൈൻ ചെയ്തത് എ എന്ന് പറയുന്ന ജോബാണ്. അപ്പൊ ഫസ്റ്റ് വർക്കറിന് ബി ആണ്, സെക്കൻഡ് വർക്കറിന് ഡി ആണ്, തേർഡ് വർക്കറിന് സിയും ഫോർത്ത് വർക്കറിന് എയുമാണ് നമ്മൾ അസൈൻ ചെയ്ത ജോബ്സ് എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ ടൈം എങ്ങനെ കണ്ടുപിടിക്കും? ടൈം കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യുക? നേരെ ക്വസ്റ്റ്യനിൽ പോവുക. നമ്മൾ ഫസ്റ്റ് ആൾക്ക് ഏത് ജോബായിരുന്നു അസൈൻ ചെയ്തത്?
ബി അല്ലേ അസൈൻ ചെയ്തത്. അപ്പോ ഈ 40 ആയിരിക്കും അവിടുത്തെ ടൈം എന്ന് പറയുന്നത്. ഫസ്റ്റ് വ്യക്തിക്ക് ബി എന്ന് പറയുന്ന ജോബ് ആയിരുന്നു. അവിടുത്തെ ടൈം എന്ന് പറയുന്നത് 40 മിനിറ്റ്സ് ആണ്. ഇനി സെക്കൻഡ് വർക്കറിന് ഡി ആയിരുന്നു അസൈൻ ചെയ്ത ജോബ്. സെക്കൻഡ് വർക്കറിന് ഡി 55 ആണ് പുള്ളി എടുക്കുന്ന ടൈം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഡി എന്ന് പറയുന്ന ജോബ് ചെയ്യാൻ വർക്കർ നമ്പർ 2-ന് 55 മിനിറ്റ്സ് എടുക്കും. ഇനി തേർഡ് ജോബ് സിക്കായിരുന്നു കൊടുത്തത്. ക്വസ്റ്റ്യനിൽ നോക്കുക, തേർഡ് ജോബ് സിക്ക് അയാൾ എത്ര മിനിറ്റ് എടുക്കും? 48 മിനിറ്റ്സ് എടുക്കും. ഓക്കെ. ഇനി ഫോർത്ത് വർക്കർ എ ആണ് പുള്ളിക്ക് അസൈൻ ചെയ്തത്. ക്വസ്റ്റ്യനിൽ നോക്കുക, എ 41 ആണ് പുള്ളി എടുക്കുന്ന ടൈം എന്ന് പറയുന്നത്. 41 മിനിറ്റ്സ്. ഇപ്പോ നമുക്ക് ആ ഒരു എന്താണ് ക്വസ്റ്റ്യനിൽ നമ്മളോട് എന്തായിരുന്നു പറഞ്ഞത്? ഏറ്റവും കുറവ് സമയം കൺസ്യൂം ചെയ്യുന്ന രീതിയിൽ വർക്കേഴ്സിന് ജോലി അസൈൻ ചെയ്യുക. ഇവിടെ നോക്കിയേ, നമ്മുടെ ഈ ഒരു ഫസ്റ്റ് ജോബില് ഏറ്റവും കുറവ് സമയം വരുന്ന ബി എന്ന് പറയുന്ന ജോബ് തന്നെയാണ് നമ്മൾ വർക്കർ 1-ന് കൊടുത്തത്. ഇവിടെ വന്നപ്പോ ഇവിടെ ഓൾറെഡി ഒരു 42 ഉണ്ട്, പക്ഷേ നമ്മൾ അസൈൻ ചെയ്തത് 55 ആണ്. എന്തുകൊണ്ടാണ്? ഓൾറെഡി ബി എന്ന് പറയുന്ന ജോബ് നമ്മൾ 1-ന് കൊടുത്തു കഴിഞ്ഞു. ഇനി ഇൻ കേസ് ആ ജോലി കൊടുത്തില്ലായിരുന്നെങ്കിൽ എന്ത് പറ്റും? നമ്മൾ ഇതിനെ ഒന്ന് കൺവേർട്ട് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ഫുൾ ടൈമിങ് എക്സ്ട്രാ വരും. അപ്പോ നമ്മൾ ഏറ്റവും എഫിഷ്യന്റ് ആയിട്ട് ഈ ഡി എന്ന് പറയുന്ന ജോബ് ആര് ചെയ്യും എന്നാണ് കണ്ടുപിടിച്ചത്? 2 ചെയ്യും എന്നാണ് കണ്ടുപിടിച്ചത്. ഇനി തേർഡ് വർക്കർ ഏത് ജോബാണ് ഏറ്റവും എഫിഷ്യന്റ് ആയിട്ട് ചെയ്യുന്നത്? സി എന്ന് പറയുന്ന വർക്കാണ്. സി എന്ന് പറയുന്ന ഒരു ജോബ് നോക്കിയാലും ഏറ്റവും കുറവ് സമയം എടുക്കുന്ന ആരാണ്? നമ്മുടെ തേർഡ് വർക്കർ തന്നെ ആണ്. ഇനി ഫോർത്ത് ജോബ് നമ്മൾ അസൈൻ ചെയ്ത ആർക്കാണ്? ഫോർത്ത് വർക്കറിന് നമ്മൾ അസൈൻ ചെയ്തത് ജോബ് നമ്പർ എ ആണ്. പുള്ളിയാണ് ഏറ്റവും കുറവ് ടൈമിൽ അത് അസൈൻ ചെയ്യുന്നത്. ക്വസ്റ്റ്യനിൽ ഇങ്ങനെ കണ്ടിട്ട് ക്വസ്റ്റ്യൻ നോക്കി തന്നെ ആൻസർ ചെയ്യാമെന്ന് വിചാരിക്കരുത്. നമ്മൾ ഈ ഒരു സ്റ്റെപ്പ് ഫോളോ ചെയ്യണം. എന്താണ്? ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മുടെ പ്രോബ്ലം ബാലൻസ്ഡ് ആണോ? സെക്കൻഡ് സ്റ്റെപ്പ് റോ ഓപ്പറേഷൻ. തേർഡ് സ്റ്റെപ്പ് കോളം ഓപ്പറേഷൻ. ഫോർത്ത് സ്റ്റെപ്പ് എന്താണ് പറഞ്ഞേ? അസൈനിങ് 0. ഈ അസൈൻ ചെയ്ത സീറോസ് ഒപ്റ്റിമൽ ആണോ എന്ന് നമ്മൾ എങ്ങനെ ചെക്ക് ചെയ്യും? അല്ലെങ്കിൽ നമുക്ക് കിട്ടിയ സൊല്യൂഷൻ ഒപ്റ്റിമൽ ആണോ എന്ന് നമ്മൾ എങ്ങനെ ചെക്ക് ചെയ്യും? നമ്മുടെ നമ്പർ ഓഫ് റോസും നമ്പർ ഓഫ് കോളംസിനും ഈക്വൽ ആണ് നമുക്ക് ലഭിക്കുന്ന അസൈൻമെന്റ് എന്നുണ്ടെങ്കിൽ ഈ ഒരു വർക്ക് എന്താണ്? അല്ലെങ്കിൽ ഈ ഒരു അസൈൻമെന്റ് ബാലൻസ്ഡ് ആണ് അല്ലെങ്കിൽ ഒപ്റ്റിമൽ ആണെന്ന് നമുക്ക് പറയാം. നമുക്ക് കിട്ടിയ സൊല്യൂഷൻ ഒപ്റ്റിമൽ ആണ്. ഇവിടെ ടോട്ടൽ നമ്പർ ഓഫ് റോസ് ആൻഡ് കോളംസ് 4 ആയിരുന്നു. നമുക്ക് 4 അലോക്കേഷൻസും കിട്ടിയിട്ടുണ്ട്. ഏതൊക്കെയാണ്? 1, 2, 3, 4. അപ്പൊ നമ്മുടെ നമ്പർ ഓഫ് റോസും നമ്പർ ഓഫ് കോളംസും നമ്മുടെ അലോക്കേഷൻസും ഈക്വൽ ആയതുകൊണ്ട് തന്നെ ഈ ഒരു പ്രോബ്ലം ബാലൻസ്ഡ് ആണ്, ഒപ്റ്റിമൽ ആണ്. നമുക്ക് കിട്ടിയ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കൊടുത്ത അസൈൻമെന്റ്സ് ഇത് ഒപ്റ്റിമൽ ആണ് എന്ന് പറയാം. അപ്പോ നമുക്ക് എന്ത് ചെയ്യാം? തിരിച്ച് നമ്മുടെ നോട്ടിലോട്ട് തന്നെ പോയി നോക്കാം. അപ്പോ ഫോർത്ത് സ്റ്റെപ്പില് എന്ത് ചെയ്യണം? സീറോസ് അസൈൻ ചെയ്യണം എന്ന് പറഞ്ഞു. എങ്ങനെയാണ് നമ്മൾ സീറോസ് അസൈൻ ചെയ്തത്? ഏത് റോയിലാണോ ഒരു സീറോ മാത്രം ഉള്ളത് ആ സീറോയെ നമ്മൾ എന്ത് ചെയ്യും? മാർക്ക് ചെയ്യും. എന്നിട്ട് ആ കോളം വൈസ് ബാക്കിയുള്ള സീറോസും എലമെന്റ്സും നമ്മൾ കട്ട് ചെയ്യും. അതാണ് നമ്മൾ എവിടെ ചെയ്തത്? ഈ സീറോ സെലക്ട് ചെയ്തിട്ട് ഈ റോ നമ്മൾ ഈ ഒരു സെല്ല് സെലക്ട് ചെയ്തിട്ട് ഈ കോളം നമ്മൾ കട്ട് ചെയ്തത്. നെക്സ്റ്റ് അടുത്ത റോ നോക്കി സീറോ സെലക്ട് ചെയ്തു. ഒരു സീറോ മാത്രം ഉണ്ടെങ്കിലേ നമ്മൾ സെലക്ട് ചെയ്തുള്ളൂ. 2 സീറോ ഉണ്ട്, എന്ത് ചെയ്യണം? ഇഗ്നോർ ചെയ്യുക, അടുത്ത സ്റ്റെപ്പിലേക്ക് പോവുക. ഓക്കെ. അപ്പൊ അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു? സീറോസ് ഒറ്റ സീറോ മാത്രമുള്ള സെൽസ് ചൂസ് ചെയ്തിട്ട് അത് നമ്മൾ റോ വൈസ് നോക്കിയാണ് നമുക്ക് സീറോ കിട്ടിയെന്നുണ്ടെങ്കിൽ നമ്മൾ കോളം വൈസ് കട്ട് ചെയ്യുന്നു. കോളം വൈസ് ആണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ റോ വൈസ് കട്ട് ചെയ്യണം. നമ്മുടെ ഈ പ്രോബ്ലത്തിൽ എന്ത് സംഭവിച്ചു? നമുക്ക് റോ വൈസ് നോക്കിയപ്പോൾ തന്നെ 4 അലോക്കേഷൻ കിട്ടിയതുകൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ സീറോസും നമ്മുടെ ആ എല്ലാം കട്ടായി പോയതുകൊണ്ട് നമുക്ക് കോളം വൈസ് നോക്കേണ്ടി വന്നില്ല. വേറൊരു പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാം. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യണം? എല്ലാ റോസിലൂടെയും നമ്മൾ പോകണം. കോളംസിലൂടെ പോകേണ്ട ആവശ്യമുണ്ടെങ്കിൽ അങ്ങനെയും പോകണം. അപ്പം സ്റ്റെപ്പ് 4 എന്ന് പറയുന്നത് എന്താണ്? സീറോസ് അസൈൻ ചെയ്യുക എന്നുള്ളതാണ്.
ഫിഫ്ത്ത് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒപ്റ്റിമാലിറ്റി ടെസ്റ്റ് ആണ്. ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, ഒപ്റ്റിമാലിറ്റി ടെസ്റ്റ് നമ്മൾ എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത്? നമുക്കുള്ള കോളംസിനും റോസിനും ഈക്വൽ ആയിട്ടുള്ള അലോക്കേഷൻസ് വന്നിട്ടുണ്ടോ എന്ന് വെച്ചാൽ നമുക്ക് 4 കോളം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ 4 ജോബ് ഉണ്ടെങ്കിൽ 4 അസൈൻമെന്റും വന്നിരിക്കണം, 4 സർക്കിൾസ് നമ്മൾ വരച്ചിരിക്കണം. അങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു പ്രോബ്ലം എന്താണെന്ന് പറയാം? ഒപ്റ്റിമൽ ആണെന്ന് പറയാം. ഇനി ഒപ്റ്റിമൽ അല്ലാത്ത കേസുകൾ, ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഇപ്പം അസ്യൂം ചെയ്യുക ഇവിടെ ഈ 0 ഇല്ലായിരുന്നു, ഇത് ഓൾറെഡി കട്ടായി പോയി എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കും? നമുക്ക് 4 വർക്കേഴ്സും ഉണ്ട്, 4 ജോബും ഉണ്ട്, പക്ഷെ 3 അലോക്കേഷനെ വന്നിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഈ പ്രോബ്ലം എന്താകും? ഈ പ്രോബ്ലം നോട്ട് ഒപ്റ്റിമൽ ആകും. അപ്പം ആ കേസിലാണ് നമ്മൾ പിന്നെ അതിന് ഫർദർ സ്റ്റെപ്പുകൾ ഉണ്ട്. അവിടെ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. അടുത്ത ഒരു പ്രോബ്ലം ചെയ്യുമ്പോഴേ നിങ്ങൾക്ക് അത് ക്ലിയർ ആയിട്ട് മനസ്സിലാവത്തുള്ളൂ. അപ്പം നമ്മള് പ്രോബ്ലം ഒപ്റ്റിമൽ അല്ല എന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അതിൽ നോക്കിയിട്ട് കട്ട് ചെയ്യാത്ത ആ ഒരു ബോക്സിലെ ഏറ്റവും ലീസ്റ്റ് എലമെന്റ് സെലക്ട് ചെയ്തിട്ട് നമ്മളിപ്പോ ഇങ്ങനെ ക്രോസസ് വരയ്ക്കുമല്ലോ, നമ്മളിങ്ങനെ വെട്ടിക്കളയുന്നു എന്ന് പറയുന്നില്ലേ, ആ വെട്ടിക്കളച്ചില് നമുക്ക് ഇവിടെ എല്ലാ എലമെന്റ്സ് ഉണ്ടെന്ന് വിചാരിക്കാം. ഈ പ്ലസ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഇന്റർസെക്ഷൻ വരുന്നിടത്ത് നമ്മൾ ആ ലീസ്റ്റ് എലമെന്റ് ആഡ് ചെയ്യുകയും പ്ലെയിൻ ആയിട്ട് കിടക്കുന്നിടത്തുനിന്ന് അത് ഡിഡക്ട് ചെയ്യുകയും ചെയ്യും. ഒരു എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് ഇത് മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പം ഈ ഒരു പ്രോബ്ലത്തിൽ തന്നെ നമ്മൾ എന്താണ്, നമുക്ക് ആ ഒരു അലോക്കേഷൻ വന്നപ്പം ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാൻ വേണ്ടി മാത്രമാണ്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മുടെ ആ ഒരു കട്ടിങ് വന്നതെന്ന് വിചാരിക്കുക. ഈ ഒരു അലോക്കേഷൻ ഇല്ല എന്ന് വിചാരിക്കുക. ഈ അലോക്കേഷൻ ഇല്ല, റൈസ് ചെയ്യാം. ഓക്കെ, ഇങ്ങനെയാണ് നമ്മുടെ ആ ഒരു അലോക്കേഷൻ വന്നതെന്ന് വിചാരിക്കുക. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ പ്രോബ്ലം ഒപ്റ്റിമൽ അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഈ കട്ട് ചെയ്യാൻ ഇനി ബാക്കിയുള്ള സ്ഥലം ഉണ്ടല്ലോ, ഇപ്പം ഇവിടെ ആണെങ്കിൽ 6ഉം 15ഉം 1ഉം നമ്മൾ കട്ട് ചെയ്തിട്ടില്ല, ബാക്കിയെല്ലാം കട്ടായി പോയേക്കുക. അപ്പം ഇതിലെ ഏറ്റവും ലീസ്റ്റ് എലമെന്റ് സെലക്ട് ചെയ്യുക. എന്താണ്? 1 ആണ് നമ്മുടെ ലീസ്റ്റ് എലമെന്റ്. ഇത് നമ്മൾ എന്ത് ചെയ്യും? ഈ ഇന്റർസെക്ഷൻ പോയിന്റ്സ് ഇല്ലേ എന്ന് പറഞ്ഞാൽ 1, 2, 3 ഇന്റർസെക്ഷൻ പോയിന്റ്സിൽ നമ്മൾ ഈ 1 ആഡ് ചെയ്യും. അപ്പൊ അവിടെ എന്തൊക്കെ വരും? 4ന് പകരം ഇവിടെ 5 ആകും, 20ക്ക് പകരം 21 ആകും, 1ന് പകരം 2 ആകും. ഈ 0 അങ്ങനെ തന്നെ നമ്മൾ എഴുതും. എന്നിട്ട് ഈ 3 എലമെന്റ്സിൽ നിന്ന് നമ്മൾ ഇത് കുറയ്ക്കും. അപ്പൊ ഈ 6ന് പകരം ഇവിടെ 5 ആവും, 15ന് പകരം 14 ആവും, ഇവിടെ ഒരു 0യും വരും. ബാക്കി ഈ കട്ട് ചെയ്തേക്കുന്ന എല്ലാം അതുപോലെ തന്നെ എഴുതിയാൽ മതി. ഇന്റർസെക്ഷൻ പോയിന്റ്സിൽ ആഡ് ചെയ്യുക, നമ്മൾ കട്ട് ചെയ്യാത്ത അല്ലെങ്കിൽ അൺമാർക്ക്ഡ് ആയിട്ടുള്ളതിൽ നിന്ന് അത് ഡിഡക്റ്റ് ചെയ്യുക. ഇങ്ങനെയാണ് നമ്മൾ പുതിയ ഒരു മെട്രിക്സ് ഫോം ചെയ്യുന്നത്. അപ്പൊ ഇത് നമ്മുടെ എത്രാമത്തെ ടേബിൾ ആയിരിക്കും? 4th ടേബിൾ ആയിരിക്കും. 4th ടേബിളിൽ എങ്ങനെ വരും എന്ന് മനസ്സിലായല്ലോ? 5, 14, 0. ഈ 0 കട്ട് ചെയ്തേക്കുന്നതുകൊണ്ട് അത് വേറെ എഫക്റ്റ് ഒന്നും കാണത്തില്ല. ഇന്റർസെക്ഷൻ പോയിന്റ്സിൽ നമ്മൾ ഈ ഇവിടെ കണ്ടുപിടിച്ച ആ ലീസ്റ്റ് എലമെന്റ് ആഡ് ചെയ്യും. അങ്ങനെ ഒരു കോളം ഒബ്റ്റെയിൻ ചെയ്തിട്ട് നമ്മൾ വീണ്ടും എന്ത് ചെയ്യും? റോ ഓപ്പറേഷൻ ചെയ്യും, കോളം ഓപ്പറേഷൻ ചെയ്യും, പിന്നെ എന്ത് ചെയ്യും? സ്റ്റെപ്പ് 4 റിപ്പീറ്റ് ചെയ്യും. അപ്പം നമ്മൾ പുതിയ കോളം കണ്ടുപിടിക്കുക, എന്നിട്ട് വീണ്ടും സെക്കൻഡ് സ്റ്റെപ്പോട്ട് നമ്മളത് റിപ്പീറ്റ് ചെയ്യും. അപ്പൊ അതാണ് ഒപ്റ്റിമാലിറ്റി ടെസ്റ്റിൽ നമ്മൾ ചെയ്യുന്നത്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. പ്രോബ്ലം ചെയ്യുമ്പോൾ കുറച്ചും കൂടെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. നമ്മൾ 4ാമതൊരു ടേബിൾ കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞില്ലേ, ആ ടേബിളിനെയാണ് നമ്മൾ ഇംപ്രൂവ്ഡ് മെട്രിക്സ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ക്വസ്റ്റ്യനിൽ ഒരു ടേബിൾ തന്നേക്കും. സ്റ്റെപ്പ് 2 ചെയ്യുമ്പോൾ നമുക്ക് റോ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ ഒരു ടേബിൾ കിട്ടും.
കോളം ഓപ്പറേഷൻ ചെയ്യുമ്പോൾ രണ്ടാമത്തെ ടേബിൾ കിട്ടും. അത് കഴിഞ്ഞ് എന്താണ്, ഇപ്പൊ റോ ഓപ്പറേഷൻ ചെയ്തപ്പോൾ നമുക്ക് ഫസ്റ്റ് ടേബിൾ കിട്ടി, ഇവിടെ സെക്കൻഡ് ടേബിൾ കിട്ടി. വേറെ പ്രോസസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് സോറി, നമുക്ക് തേർഡ് ടേബിൾ ആണ് കിട്ടുന്നത്. തേർഡ് ടേബിൾ നമുക്ക് എന്ത് കിട്ടി? ഇംപ്രൂവ്ഡ് മെട്രിക്സ് എന്ന് പറയുന്ന ഒരു ടേബിൾ കിട്ടും. ആ ടേബിൾ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? പഴയതുപോലെ തന്നെ നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ് തൊട്ട് സിക്സ്ത് സ്റ്റെപ്പ് വരെ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് ഇരിക്കണം. എപ്പോഴാണോ നമുക്ക് 4 റോ അല്ലെങ്കിൽ 4 കോളം അല്ലെങ്കിൽ 5 റോ അല്ലെങ്കിൽ 5 കോളം അതിനനുസരിച്ച് അലോക്കേഷൻ വരുന്നത്, അപ്പോഴായിരിക്കും ആ ഒരു പ്രോബ്ലം എന്തായി എന്ന് പറയുന്നത്, ഒപ്റ്റിമാലിറ്റി ടെസ്റ്റ് പാസ്സായി എന്ന് പറയുന്നത്. ഒപ്റ്റിമാലിറ്റി ടെസ്റ്റിൽ അത് കറക്റ്റ് ആയിട്ട് വരുന്നത് വരെ, എന്ന് വെച്ചാൽ 5 ജോബ് ഉണ്ടെങ്കിൽ 5 അലോക്കേഷൻ വരുന്ന വരെ നമ്മൾ ഈ സ്റ്റെപ്പ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. അപ്പൊ ഇതാണ് ആ ഒരു അസൈൻമെന്റിൽ നമ്മൾ ചെയ്യുന്ന സ്റ്റെപ്പ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ എക്സാമ്പിൾ വെച്ച് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്താണ് നമുക്ക് തന്നേക്കുന്ന ക്വസ്റ്റ്യനിൽ നിന്ന് നമ്മൾ ആദ്യം എന്തിൽ എത്തിച്ചേരണം? റോ ഓപ്പറേഷൻ ചെയ്ത് ഫസ്റ്റ് മെട്രിക്സിൽ എത്തിച്ചേരണം. ഈ മെട്രിക്സിൽ നിന്ന് കോളം ഓപ്പറേഷൻ വഴി നമ്മൾ എന്ത് ചെയ്യണം? സെക്കൻഡ് മെട്രിക്സിൽ എത്തണം. ഇതാണ് നമ്മുടെ സെക്കൻഡ് മെട്രിക്സ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് 4 അലോക്കേഷൻ കിട്ടിയാൽ നമുക്ക് ഇത് ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം. 4 അലോക്കേഷൻ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നേരത്തെ പറഞ്ഞതുപോലെ അൺകട്ട് ആയിട്ടുള്ള, കട്ട് ചെയ്യാത്ത സെൽസിലെ ഏറ്റവും ലീസ്റ്റ് സെല്ല് സെലക്ട് ചെയ്ത് അത് ഇന്റർസെക്ഷൻ പോയിന്റ്സിൽ ആഡ് ചെയ്യുകയും നമ്മുടെ അൺസെലക്ടഡ് ആയിട്ടുള്ള സെൽസിൽ നിന്ന് ഡിഡക്ട് ചെയ്യുകയും വേണം. ബാക്കി ഈ കട്ട് ചെയ്ത കാര്യങ്ങളെല്ലാം അതുപോലെ തന്നെ എഴുതിയാൽ. എന്നിട്ട് നമ്മൾ വീണ്ടും എന്ത് ചെയ്യണം? റോ ഓപ്പറേഷൻ ചെയ്യണം, കോളം ഓപ്പറേഷൻ ചെയ്യണം, സീറോസ് അസൈൻ ചെയ്യണം, ഒപ്റ്റിമാലിറ്റി ടെസ്റ്റ് ചെയ്യണം. അപ്പോഴേ നമുക്ക് എത്ര അലോക്കേഷനാണ് വേണ്ടതെന്ന് വെച്ചാൽ അത്ര അലോക്കേഷൻ കിട്ടിയാൽ നമുക്ക് അത് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം. അല്ല വീണ്ടും നമുക്ക് അത്ര അലോക്കേഷൻ വന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഫർദർ ഈ പറഞ്ഞ സ്റ്റെപ്പ് തന്നെ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാം. എന്താണ്? അൺകട്ട് ആയിട്ടുള്ള, നമ്മൾ കട്ട് ചെയ്യാത്ത സെൽസിലെ ലീസ്റ്റ് എലമെന്റ് എടുക്കുക, ഇന്റർസെക്ഷൻ പോയിന്റ്സിൽ ആഡ് ചെയ്യുക, നമ്മുടെ ആ ഒരു അൺസെലക്ടഡ് സെൽസിൽ നിന്ന് അത് ഡിഡക്ട് ചെയ്യുക, ബാക്കിയെല്ലാം സെയിം ആയിട്ട് ഇരിക്കുക. ഈ പ്രോസസ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തോട്ടെ ഇരിക്കും. അപ്പൊ ഇതാണ് അസൈൻമെന്റ് ടെക്നിക്കിന്റെ ഒരു ബേസിക് ഐഡിയ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അസൈൻമെന്റ് മെത്തേഡ് എന്ന് പറയുന്നത് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. ട്രാൻസ്പോർട്ടേഷനെയും LLP ഒക്കെ വെച്ച് നോക്കുവാണെങ്കിൽ നമുക്ക് ചെയ്യാൻ ഏറ്റവും സുഖമായിട്ടുള്ള കാര്യമാണ്. ഒറ്റ കാര്യമേ ഉള്ളൂ, സബ്സ്ട്രാക്ഷനും അഡീഷനും മര്യാദയ്ക്ക് അറിഞ്ഞാൽ മതി. അത് തെറ്റി കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നതല്ല. അപ്പോ അതാണ് ജസ്റ്റ് ഞാൻ ഓടിച്ചൊന്ന് പറയാം. എന്താണ് അസൈൻമെന്റ് മെത്തേഡ്, എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ജോലി വർക്കേഴ്സിന് അസൈൻ ചെയ്ത് കൊടുക്കാൻ വേണ്ടി. അത് എന്ത് ടൈപ്പ് ജോലി വേണേലും ആവാം. ഇപ്പൊ ഒരു മെഷീനകത്തോട്ട് നമ്മളൊരു ജോലി അലോക്കേറ്റ് ചെയ്യാനാവാം, അല്ലെങ്കിൽ വ്യക്തികളിലേക്ക് ജോലി അലോക്കേറ്റ് ചെയ്യാനാവാം, അല്ലെങ്കിൽ എന്താണ് പ്രോജക്റ്റുകളിലേക്ക് പീപ്പിൾസിനെ അലോക്കേറ്റ് ചെയ്യാനാവാം, സെയിൽസ് നടത്താൻ വേണ്ടി സെയിൽസ്മാൻമാരെ ഓരോ സ്ഥലത്തേക്ക് അസൈൻ ചെയ്യുന്നതാവാം. അങ്ങനെ എന്ത് വേണേലും ആവാം. എന്ത് പർപ്പസിന് വേണേലും നമുക്ക് അസൈൻമെന്റ് യൂസ് ചെയ്യാവുന്നതാണ്. ഇതിന്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഒരു ജോബിന് ഒരു മെഷീൻ അല്ലെങ്കിൽ ഒരു വർക്കറിന് ഒരു ജോലി മാത്രം അസൈൻ ചെയ്താൽ മതി. ഇത് നമുക്ക് എന്തിനെ സഹായിക്കും? കോസ്റ്റ് കുറയ്ക്കാനും പ്രോഫിറ്റ് കൂട്ടാനും ടൈംലി ആയിട്ട് നമ്മുടെ വർക്ക് തീർക്കാനും അതുപോലെ നമ്മുടെ പ്രൊഡക്ഷൻ എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യാനും സഹായിക്കും. പിന്നെ അസൈൻമെന്റ് മെത്തേഡ് യൂസ് ചെയ്യുന്നതിന്റെ ഏറ്റവും വലിയ പേർപ്പസ് എന്ന് പറയുന്നത് എന്താണ്? കോസ്റ്റ് മിനിമൈസ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ടാസ്ക് ചെയ്യാൻ എടുക്കുന്ന സമയം മിനിമൈസ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മെത്തേഡ് എന്ന് പറയുന്നത് ഹംഗേറിയൻ മെത്തേഡാണ്. ഇതൊക്കെ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് എന്താണ് ബേസിക് ആയിട്ട് തന്നു എന്നുള്ളതേ ഉള്ളൂ, ജസ്റ്റ് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, അപ്പം ഹംഗേറിയൻ മെത്തേഡിൽ എങ്ങനെയാണ് നമ്മൾ സോൾവ് ചെയ്യുന്നത്? ആദ്യം പ്രോബ്ലം ബാലൻസ്ഡ് ആണോ എന്ന് നോക്കുക. എങ്ങനെയാണ്? നമ്പർ ഓഫ് റോയും നമ്പർ ഓഫ് കോളം ഈക്വൽ ആണോ എന്ന് നോക്കുക. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരു ഡമ്മിങ് കോളം ഇൻട്രൊഡ്യൂസ് ചെയ്യണം. സെക്കൻഡ് സ്റ്റെപ്പ് എന്താണ്? റോ ഓപ്പറേഷൻ ചെയ്യുക. എന്താണ്? ഓരോ റോ എടുത്തിട്ട് അതിലെ ഏറ്റവും ചെറിയ എലമെന്റ്, ഏറ്റവും ചെറിയ കോസ്റ്റ് എലമെന്റിനെ മറ്റുള്ള സെൽസിൽ നിന്ന്, എന്ന് വെച്ചാൽ ആ ഒരു റോയിൽ വരുന്ന മറ്റുള്ള സെൽസിൽ നിന്നും ഡിഡക്ട് ചെയ്യുക. അങ്ങനെ നമുക്ക് സെക്കൻഡ് ഒരു മെട്രിക്സ് കിട്ടും. അതിനകത്ത് നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ തേർഡ് സ്റ്റെപ്പ് ആയിട്ടുള്ള കോളം ഓപ്പറേഷൻ ചെയ്യുക. അവിടെ എന്താണ് നമ്മൾ ചെയ്യുക? കോളം വൈസ് എടുക്കുക, കോളത്തിലെ ഏറ്റവും ചെറിയ എലമെന്റ് എടുത്ത് ബാക്കിയുള്ളതിൽ നിന്ന് മൈനസ് ചെയ്യുക. ഫോർത്ത് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സീറോസ് അസൈൻ ചെയ്യുന്നതാണ്. എന്ന് വെച്ചാൽ നമ്മൾ ഓരോ റോ ആയിട്ട് നോക്കുക,
ആ റോയിൽ ഒരു സീറോയെ ഉള്ളൂന്നുണ്ടെങ്കിൽ ആ സീറോ നമ്മൾ സെലക്ട് ചെയ്തിട്ട് റോ വൈസ് ആണ് നമ്മൾ നോക്കി ഈ സീറോ കണ്ടുപിടിച്ചെങ്കിൽ അത് കോളം വൈസ് കട്ട് ചെയ്യുക. ഇങ്ങനെ എത്ര റോ ഉണ്ടോ അത്രയും റോ കംപ്ലീറ്റ് ചെയ്യുക. എന്നിട്ട് നോക്കുക എവിടെങ്കിലും സീറോ ബാക്കിയുണ്ടോ. ബാക്കി ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, കോളം വൈസ് നോക്കുക. കോളം വൈസ് നോക്കിയപ്പോൾ നമുക്കൊരു സീറോ കിട്ടിയെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അതിനെ റോ വൈസ് കട്ട് ചെയ്യുക. ഇങ്ങനെ സീറോസ് അസൈൻ ചെയ്തതിന് ശേഷം എല്ലാം കട്ട് ചെയ്ത് പോയി എന്ന് നമ്മൾ കൺഫേം ചെയ്യുക. കൺഫേം ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഒപ്റ്റിമാലിറ്റി ടെസ്റ്റ് നടത്തണം. എങ്ങനെയാണ് അത് ചെയ്യുന്നത്, നമ്മുടെ ആ ഒരു അസൈൻമെന്റിലുള്ള അല്ലെങ്കിൽ ആ ഒരു മെട്രിക്സിലുള്ള നമ്പർ ഓഫ് റോസും നമ്പർ ഓഫ് കോളംസും എന്ന് പറഞ്ഞാൽ നമ്മുടെ ജോബും വർക്കർ അല്ലെങ്കിൽ ജോബും നമ്പർ ഓഫ് മെഷീൻസിനും ഈക്വൽ ആണ് നമുക്ക് കിട്ടിയ ആ ഒരു സീറോ അല്ലെങ്കിൽ നമ്മൾ ആ എന്താണ് സീറോയ്ക്ക് ഇട്ട ആ ഒരു അസൈൻമെന്റ് എന്നുണ്ടെങ്കിൽ എന്താണ്, ഇപ്പം 6 കോളവും 6 റോയും ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് എന്ത് വേണം, 6 അലോക്കേഷനും വരണം. അപ്പം 6 എന്ന് വന്നു കഴിഞ്ഞാൽ ഒപ്റ്റിമാലിറ്റി ടെസ്റ്റ് പാസ്സായി, നമ്മൾ കണ്ടുപിടിച്ച ആൻസർ അല്ലെങ്കിൽ നമ്മൾ കണ്ടുപിടിച്ച പ്രസന്റേഷൻ ഓഫ് അസൈൻമെന്റ് ഒപ്റ്റിമൽ ആണെന്നാണ് അതിന്റെ. ഇനി അഥവാ ഒപ്റ്റിമൽ അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ വരച്ച് കട്ട് ചെയ്തതല്ലാതെ വേറെ ഏതെങ്കിലും അലോക്കേഷൻസ് ഇല്ലാത്ത നമ്പേഴ്സ് ഒന്ന് നോക്കുക. അതിലെ എന്ന് വെച്ചാൽ അൺസെലക്ടഡ് ആയിട്ടുള്ള സെൽസ് എടുക്കുക. സെൽസിലെ ഏറ്റവും ചെറിയ എലമെന്റ് എടുക്കുക. അത് എല്ലാ സെൽസും നോക്കാം കേട്ടോ. എല്ലാ സെൽസിലും ഏറ്റവും ചെറുത് ഏതാണോ ആ ചെറുത് വെച്ചിട്ട് എന്ത് ചെയ്യുക, ഇന്റർസെക്ഷൻ പോയിന്റ്സിൽ ആഡ് ചെയ്യുക. അൺസെലക്ടഡ് ആയിട്ടുള്ള സെൽസിൽ നിന്ന് ഡിഡക്ട് ചെയ്യുക. ഈ നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ വരച്ചതെല്ലാം സെയിം അതുപോലെ തന്നെ എടുക്കുക. എന്നിട്ട് വീണ്ടും എന്ത് ചെയ്യുക, നമ്മുടെ റോ ഓപ്പറേഷൻ തൊട്ട് ഇങ്ങോട്ടുള്ള സ്റ്റെപ്പുകൾ റിപ്പീറ്റ് ചെയ്യുക. അപ്പം നമ്മൾ ഈ ഒരു നോൺ ഓപ്റ്റിമൽ ആണെന്നുണ്ടെങ്കിൽ പിന്നെ ചെയ്തെടുക്കുന്ന മെട്രിക്സിനെ പറയുന്ന പേരാണ് ഇംപ്രൂവ്ഡ് മെട്രിക്സ്. ഇംപ്രൂവ്ഡ് മെട്രിക്സ് എടുത്തതിന് ശേഷമായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, സെക്കൻഡ് സ്റ്റെപ്പ് തൊട്ട് 6th സ്റ്റെപ്പ് വരെ അല്ലെങ്കിൽ 5th സ്റ്റെപ്പ് വരെയുള്ള ആ ഒരു പ്രോസസ് നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നത്. എപ്പോഴാണോ നമ്മുടെ നമ്പർ ഓഫ് റോസ് ആൻഡ് കോളംസിന് ഈക്വൽ ആയിട്ട് നമുക്ക് അലോക്കേഷൻ കിട്ടുന്നത് അവിടെ വെച്ച് നമുക്കിത് സ്റ്റോപ്പ് ചെയ്യാവുന്നത്. അപ്പൊ ഇതാണ് അസൈൻമെന്റ് ടെക്നിക്കിന്റെ ബേസിക്സ് എന്ന് പറയുന്നത്. ഇനി അസൈൻമെന്റിൽ തന്നെ നമുക്ക് എന്താണ് ഡമ്മി കോളം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോബ്ലംസ് ഉണ്ട്. പിന്നെ ചില റെസ്ട്രിക്ഷൻസ് പറയും, ആ റെസ്ട്രിക്ഷൻസ് വെച്ച് ചെയ്യുന്നതുണ്ട്. അങ്ങനെ 3-4 മെത്തേഡ് അല്ല, ഈ ഒരു ഇതിൽ തന്നെ 3-4 ടൈപ്പിൽ നമുക്ക് പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വരുന്നുണ്ട്. അതൊക്കെ നമുക്ക് പിന്നീടുള്ള ക്ലാസ്സസിൽ നോക്കാം. അപ്പോൾ താങ്ക് യു സോ മച്ച്.